ഇത് കണ്ടോ അതാ ഫുള്ള് വീടുകൾ ഇരിക്കണം കേട്ടോ. നല്ല പുതിയ വീടുകളൊക്കെ ഇരിക്കണം നല്ല അടിപൊളി ഏരിയയിൽ. ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിലെ ഭയങ്കര മഴയാണ് കണ്ടോ. ഭയങ്കര മഴ ഇപ്പോഴിതാ ഫുൾ നനഞ്ഞാണ് നിൽക്കണം. നല്ല മഴയത്ത് ഒരു വെള്ളക്കെട്ടും ഇല്ലാത്ത ഞാൻ ഒരു പ്ലോട്ട് കാണിച്ചു തരാം. അതും വലിയ നല്ല വീതിയുള്ള റോഡിൽ. സ്ഥലം എവിടെയെന്ന് അറിയാം, നമ്മുടെ ശാസ്തവകലം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. നമ്മുടെ പ്ലോട്ട് ഇതാ ജഗത് പ്രിയ ലൈൻ കണ്ടോ, ജഗത് പ്രിയ ലൈൻ അവിടെയാണ് വരണം. ജഗത് പ്രിയ ലൈനിൻ്റെ അവിടെ നിന്ന് ഇതാ ലെഫ്റ്റ് തിരിയുമ്പോൾ നമ്മൾ കിടിലം പ്ലോട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നല്ല മഴ ആയിട്ട് പോലും വെള്ളക്കെട്ടില്ലാത്ത പ്ലോട്ടാണ്. ഇപ്പോൾ ഈ സിറ്റി ഏരിയയിൽ മിക്ക പ്ലോട്ട് നോക്കുമ്പോൾ ഭയങ്കര വെള്ളക്കെട്ടിൻ്റെ കേസൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്ലോട്ട് കരഭൂമിയാണ്, വെള്ളക്കെട്ട ഒന്നുമില്ല. ഞാൻ ഇത് കാണിച്ചു തരാം, ലൈവായിട്ട് കാണിച്ചു തരാം, ലൈവ് പ്രൂഫ് സഹിതം കാണിച്ചു തരുന്നുണ്ട്. ഇതാ 17 മീറ്റർ റോഡ് ഫ്രണ്ടേജിലാണ് നമ്മളെ പ്ലോട്ട് വരുന്നത്. ഇതാ നേരെ കയറുമ്പം ഈ പുല്ല് പിടിച്ച് കിടക്കണം നോക്കണ്ട. ഇപ്പം കുറച്ച് മഴ പെയ്തുകൊണ്ട് പുല്ല് പിടിച്ച് കിടക്കണതാണ്. ഇപ്പം മഴ സീസണല്ലേ. ഈ ഒരു കീടിലം പ്ലോട്ടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. മൊത്തം 11.7 സെൻറ് ഉണ്ട്. ഏകദേശം ഒരു 12 അടുപ്പിച്ച് വരും. 11.7 സെൻറ് നല്ല കീടിലൻ നല്ല റെക്റ്റാങ്കിൾ നല്ല സൂപ്പർ പ്ലോട്ടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. അതെന്താ ഫുള്ള് ഇതാ ചുറ്റുമതിൽ അടിച്ചിട്ടുണ്ട്. ഇതാ ഫുള്ള് ചുറ്റുമതിൽ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ ചേർന്ന് തന്നെ ഇതാ ഒരു അടിപൊളി ഒരു വലിയ വീടും ഉണ്ട്. ഇവിടെയൊക്കെ ഇതാ ആൾക്കാർ സ്ഥലം വാങ്ങിച്ചിട്ടിരിക്കുകയാണ് അടുത്ത് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട്. നല്ല പക്ക റെസിഡൻഷ്യൽ ഏരിയ. ഇതിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പ്ലോട്ട് ഹീര ഗ്രൂപ്പൊക്കെ വാങ്ങിച്ചാണ്. അത്രയും പ്രീമിയം ഏരിയയിലാണ് നമ്മൾ പ്ലോട്ട് വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ നല്ല അടിപൊളി വികസനമാണ് അടുത്ത് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നല്ല അടിപൊളി പ്രീമിയം ഏരിയയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വന്നിട്ടുള്ളത്. പക്ക കരഭൂമി, നല്ല ഡ്രൈ ലാൻഡ്. ഇപ്പം ഈ പുല്ല് പിടിച്ച് കിടക്കണ മഴ പെയ്തുകൊണ്ട് മാത്രമാണ്. ഇപ്പം ചെറിയൊരു മഴ ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. കണ്ട ഇത് കണ്ട മണ്ണ് നോക്ക് കണ്ട, നല്ല പക്ക കരഭൂമിയാണ് കണ്ട. ഇതിൽ വേറെ വെള്ളക്കെട്ട അങ്ങനെയൊന്നും ഇല്ല. അതാണ് ഇപ്പം സിറ്റിയിൽ മിക്ക പ്രോപ്പർട്ടി. ഇപ്പം ആര് വീഡിയോ ഇട്ടാലും ശരി, ഇപ്പം ഒരുപാട് ഞാൻ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഇടുമ്പോൾ ചില പ്രോപ്പർട്ടീസ് ഒക്കെ ആണെങ്കിൽ വെള്ളക്കെട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഇത് ഓരോരുത്തന്മാർ കമൻറ്റ് ഇടുന്നതാണ്. പക്ഷേ പ്രോപ്പർട്ടി വന്ന് കണ്ടാൽ അതിൻ്റെ ഒരു ക്ലിയർ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. അതാണ് ഞാൻ ലൈവായിട്ട് കാണിക്കുന്നതാ. മഴ ആയിരുന്നിട്ട് പോലും കണ്ട നല്ല പക്ക നീറ്റ് ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്. അത് ഇനി ഞാൻ പറയണതിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഡയറക്റ്റ് പ്രോപ്പർട്ടി വന്ന് കാണുമ്പം വിശ്വാസമാകും. നിങ്ങൾ നേരിട്ട് ഡയറക്റ്റ് വന്ന് ഓണറിനെ വിളിച്ച് തന്നെ ഡയറക്റ്റ് വന്ന് പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടപ്പെട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പെർസെൻറ്റിന് 3 ലക്ഷം രൂപയാണ്. അത് നല്ല വില കുറവാണ്. ഈ പറഞ്ഞ പ്രൈസിൽ നിന്ന് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ തരും കേട്ടോ. നല്ല അഡ്ജസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ പ്രൈസിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ തരും. നിങ്ങൾക്ക് ഈ പ്ലോട്ട് ഡിവൈഡ് ചെയ്ത് തരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഇതാ ഡിവൈഡ് ആക്കി നിങ്ങൾക്ക് 2 ആയിട്ട് ഡിവൈഡ് ആക്കി വേണമെങ്കിലും എടുക്കാം. 5.5 സെൻറ്റ് അങ്ങനെ വേണമെങ്കിൽ ഡിവൈഡ് ആക്കി എടുക്കാം. അതെല്ലാം മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രൈസിനെക്കാട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഈ നമ്പറിൽ ഡയറക്റ്റ് ഓണെന്ന് തന്നെ വിളിച്ച് ഡയറക്റ്റ് തന്നെ സെറ്റാക്കാൻ പറ്റും. സിറ്റിയിലൊക്കെ വെള്ളക്കെട്ടില്ലാത്ത പ്ലോട്ടൊക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര റെയറാണ്. അങ്ങനെ റെയറിലൊരു റെയർ പ്ലോട്ടാണിത്. കാരണം ഇത് നിങ്ങൾ കറക്റ്റ് വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്ത് കണ്ടാലേ ഇത് മനസ്സിലാവും. ഞാൻ ഇപ്പം അല്ലാതെ ലൈവ് പ്രൂഫ് കാണിച്ചിട്ടുണ്ട്. ഇപ്പം അതാ ഈ മഴയത്ത് പോലും ഇപ്പം ആദ്യം ഒരു മഴ കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പം ഈ മഴയത്ത് പോലും നല്ല നീറ്റായിട്ടാണ് കിടക്കണം. ഇപ്പം പെട്ടെന്ന് ഈ നമ്പറിൽ ഓണെന്ന് വിളിച്ച് ഡയറക്റ്റ് തന്നെ സെറ്റ് ചെയ്യാം. നമുക്കിവിടെ നിന്ന് ഒരു പേരൂർക്കട ഒരു 2 കിലോമീറ്ററൊക്കെ വരുള്ളൂ. ശാസ്തമംഗലം ജംഗ്ഷൻ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞില്ലേ ആ ലൈനിൻ്റെ അവിടെയാണ് വരുന്നത്. മഹാദേവ ക്ഷേത്രത്തിൻ്റെ ആർച്ച് കയറിയിട്ടാണ് നമ്മൾ ഈ പ്ലോട്ടിലോട്ട് വരാനുള്ളത്. അതൊക്കെ ഡയറക്റ്റ് ഓണെന്ന് വിളിക്കാൻ വഴിയുടെ കാര്യങ്ങൾ ഈ നമ്പറിൽ ഡയറക്റ്റ് ഓണെന്ന് വിളിച്ച് ഡയറക്റ്റ് തന്നെ സെറ്റാക്കാൻ പറ്റി. കമ്മീഷൻ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് നമ്പർ.